വിന്ദയും അനിതയും കൂടെ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ വേദയും അങ്ങോട്ടേക്ക് വന്നു. കുഞ്ഞാറ്റെ, നീ ആകാശേട്ടനെ കണ്ടോ? എന്നോട് ഇന്നലെ കിടന്നോളാൻ പറഞ്ഞിട്ട് പോയതാ. വേദ പറഞ്ഞു. ഏയ്, ഞാൻ എഴുന്നേറ്റ് വരുമ്പോഴൊന്നും കണ്ടില്ലല്ലോ. ചിലപ്പോൾ മുകളിൽ കാണും. കുഞ്ഞാറ്റ പറഞ്ഞു. എന്നാലും ഈ രാവിലെ എന്തോന്നാ? ഇന്നലെ വന്ന് കിടന്ന് നേരം പുലർന്നപ്പോഴേക്കും പോയോ? അതോ ഇന്നലെ അവൻ വന്ന് കിടന്നില്ലേ? ഇനി അവിടെ തന്നെ കിടന്നു കാണോ? അനിത ചോദിച്ചു. അറിയില്ലമ്മേ, വേദ പറഞ്ഞു. അപ്പോഴേക്കും അവിടേക്ക് മീനുവും ദേവുവും വന്നിരുന്നു. അവർ വന്ന് അനിതയുടെ അടുത്ത് നിന്നു. എൻ്റെ ഇച്ചായൻ ഇന്നലെ പോയതാ. നീ കിടന്നോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല. മീനു പറഞ്ഞു. എന്നോടും പറഞ്ഞതാണേ ടെറസിലുണ്ടാകും വരാ എന്ന്. അങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. ദേവും പറഞ്ഞു. അപ്പോൾ പിന്നെ ദേവേട്ടനും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇതെന്താ അവിടെ പരിപാടി? കുഞ്ഞാറ്റ പറഞ്ഞു. അതൊന്നും അറിയണമല്ലോ. നിങ്ങൾ വന്നേ പിള്ളേരെ, നമുക്കൊന്ന് നോക്കാം. അനിത പറഞ്ഞു. ആ വരാം, മീനു പറഞ്ഞു. അനിത അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നു. മീനുവും ദേവും വേദയും വിന്ദയും അനിതയുടെ പിന്നാലെ ചെന്നു. അനിത എല്ലാവരും ടെറസിന് മുകളിൽ കയറിയതും ഞെട്ടിപ്പോയിരുന്നു. ഒരു ഭാഗത്ത് 4 കുപ്പികൾ, മറ്റേ ഭാഗത്ത് ഗ്ലാസുകൾ, ഒരു ഭാഗത്ത് അച്ചാറ് കുപ്പി, അങ്ങനെ നിരന്ന് കിടപ്പുണ്ട്. ഇതിൻ്റെയെല്ലാം നടുവിലാണ് ആ 4 എണ്ണവും ആ ടെറസിൽ നിരന്ന് കിടക്കുന്നത്. അനിയമ്മേ, വെള്ളം അടിച്ചിട്ടുള്ള കിടപ്പാ, കണ്ടാൽ എന്നെ അറിയാം, മീനു പറഞ്ഞു. അപ്പോൾ ഇതിനാണല്ലേ ടെറസിൽ പോവാന്ന് പറഞ്ഞത്? എനിക്ക് വയ്യ അമ്മേ, വേദ പറഞ്ഞു. എന്തൊരു കഷ്ടമാണ് അനിയമ്മേ ഇത്. 1ഉം 2ഉം കുപ്പിയല്ല, 4 എണ്ണമാണ്, ദേവു പറഞ്ഞു. ഇങ്ങനെ ഇത് വളം വെച്ച് കൊടുക്കുവാണേൽ എന്നും ഈ കുടി ഉണ്ടാകും, വിന്ദ പറഞ്ഞു. എല്ലാം കൂടെ കേട്ട് അനിതയ്ക്ക് ദേഷ്യം അരിച്ചു കയറി വരുന്നുണ്ടായിരുന്നു. മോളെ ദേവു, നീ താഴെ പോയി നല്ല വണ്ണം കുറഞ്ഞ ഒരു പുളിക്കമ്പ് വെട്ടിയിട്ട് വാ, അനിത പറഞ്ഞു. ശരി അനിയമ്മേ എന്ന് പറഞ്ഞ് ദേവു താഴേക്ക് ഓടിപ്പോയി. അനിത ചുറ്റും നോക്കി. അപ്പോഴാണ് അവിടെ കിടക്കുന്ന ഓസ് പൈപ്പ് കണ്ടത്. മീനു പോയി അവരെ ഉറക്കേയെന്ന് തോന്നുന്ന പോലെ വിളിച്ചു. എന്നാൽ അവർ എഴുന്നേൽക്കുന്നില്ല. 4 കുപ്പിയും ഒരുപോലെ മിക്സ് ചെയ്താണ് ഒഴിച്ചത് എന്ന് തോന്നുന്നു. വിന്ദ പറഞ്ഞു. മോളെ മീനു, നീ ഇങ്ങ് പോരെ, വിളിക്കണ്ട, ഇവന്മാർക്കുള്ളത് ഞാൻ കൊടുത്തോളാം, അനിത പറഞ്ഞു. അപ്പോഴേക്കും ദേവു താഴെ പോയി പുളിയൻ കമ്പ് വെട്ടിക്കൊണ്ടു വന്നു അനിതയ്ക്ക് കൊടുത്തു. മോളെ വേദ, മോള് താഴെ പോയി ഈ ഓസ് പൈപ്പിൽ പിടിപ്പിച്ച് പൈപ്പ് ഓണാക്കിക്കേ, അനിത പറഞ്ഞു. അതോടെ വിന്ദ താഴേക്ക് പോയി. ദേവു പൈപ്പ് എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിന്നു. അവന്മാരുടെ നേരെ പിടി ദേവൂട്ടി, അനിത പറഞ്ഞു. അതോടെ ഓസ് അവരുടെ നേരെ ദേവു പിടിച്ചു. അടുത്ത നിമിഷം അതിൽ നിന്നും വെള്ളം വന്നു തുടങ്ങി. ദേവു ഓസിൻ്റെ അറ്റത്തെ വിരൽ കൊണ്ട് ഒന്ന് അമർത്തി പിടിച്ചു. വെള്ളം ചീറ്റിക്കൊണ്ട് നിരന്നു കിടക്കുന്ന ആ 4 പേരുടെയും ദേഹവും മുഖവും നനച്ചു. വെള്ളം മുഖത്ത് തട്ടിയതും ആ 4 എണ്ണവും ചാടിയങ്ങ് എഴുന്നേറ്റിരുന്നു. അയ്യോ വെള്ളപ്പൊക്കം, ആകാശ് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും ദേവു ഓസ് മാറ്റി പിടിച്ചു. അതോടെ ആ വെള്ളം വരവും നിന്നു. പെട്ടെന്ന് എങ്ങനാ ഒരു മഴ പെയ്തേ ഇവിടെ? ധ്രുവ് ചോദിച്ചു. അതാ ഞാനും നോക്കുന്നേ, സ്റ്റാലിൻ പറഞ്ഞു. ആകാശും ആദിയും ധ്രുവനും സ്റ്റാലിനും ഒരുമിച്ചൊന്ന് മുന്നിലേക്ക് നോക്കിയതും ഞെട്ടിപ്പോയി. അവിടെ കയ്യിൽ പുളിക്കമ്പായി നിൽക്കുന്നു അനിത. കൂടെ പെൺപിള്ളേരുമുണ്ട്. വേദ അവിടേക്ക് വന്നു. ഇതൊക്കെ ചെയ്തത് അവളുമാരാണ്. ഇനി കിട്ടാനുള്ളതെല്ലാം വാങ്ങിച്ചോ, ആകാശ് പറഞ്ഞു. അമ്മ അടിക്കുവാടാ, ആദി ചോദിച്ചു. പിന്നെ വടിയായി നിൽക്കുന്നത് അവാർഡ് തരാനാണോ കോപ്പേ? തല്ല് കിട്ടും, ധ്രുവ് പറഞ്ഞു. ഓടിയാലോ, സ്റ്റാലിൻ ചോദിച്ചു. വേണ്ട, അമ്മ ഓടിച്ചിട്ടടിക്കും, ആകാശ് പറഞ്ഞു. എന്താടാ 4 എണ്ണവും കൂടെ ഇരുന്ന് പിറുപിറുക്കുന്നേ, എണീക്കടാ, അനിത ഒച്ച വെച്ചു. അതോടെ 4 എണ്ണവും വേഗം തന്നെ എഴുന്നേറ്റ് നിന്നു. എന്തുവാടാ ഈ കാണുന്നേ കുപ്പിയെല്ലാം? ഇവിടെ വെച്ചാണോ കുടിക്കുന്നേ, അനിത ചോദിച്ചു. 4ഉം ഒന്നും മിണ്ടിയില്ല. കൊച്ചു പെൺപിള്ളേരുള്ള വീടല്ലേ ഇത്? ഇവിടെ വെച്ചാ കുടിക്കുന്നേ, അനിത ചോദിച്ചു. അത് പിന്നെ അമ്മേ, ധ്രുവ് എന്തോ പറയാൻ വന്നു. മിണ്ടിപ്പോവരുതൊറ്റെണ്ണവും, കയ്യിൽ വടിയാണ് ഇരിക്കുന്നേ, കിട്ടും എൻ്റെന്ന്, അനിത പറഞ്ഞു. ഇതൊക്കെ കേട്ട് പിൻപിള്ളേർ അനിതയുടെ പിന്നിൽ നിന്ന് കൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ആവർത്തിക്കില്ല അനിയമ്മേ, സ്റ്റാലിൻ പറഞ്ഞു. ഇനി ആവർത്തിച്ചാൽ ചട്ടുകം പഴിപ്പിച്ച് വെക്കും ഞാൻ. എൻ്റെ മക്കൾ കുടിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒറ്റ മകനല്ലേ ഉള്ളൂന്നോർത്ത് എപ്പോഴും സങ്കടമാറുന്നു. ദൈവം ആ സങ്കടം മാറ്റിത്തന്നു. ഒന്നിനു പകരം എനിക്ക് 4 ആൺമക്കളെ തന്നു. അവരിങ്ങനെ കുടിച്ചു നശിക്കുന്നത് കാണാനായി വയ്യ. അതുകൊണ്ടാ, അനിതയുടെ സ്വരം ഇടറി. ധ്രുവനും ആദിയും ആകാശും സ്റ്റാലിനും പെൺപിള്ളേരും വല്ലാതെയായിപ്പോയി. അമ്മേ, ഇനി കുടിക്കില്ല, ധ്രുവ് അനിതയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനും കുടിക്കില്ല, സ്റ്റാലിനും വന്ന് കെട്ടിപ്പിടിച്ചു. ഞാൻ തീരെയും കുടിക്കില്ല, ആദിയും കെട്ടിപ്പിടിച്ചു. ഞാനും, ആകാശും കെട്ടിപ്പിടിച്ചു. ആ 4 മക്കളും ചേർന്ന് അമ്മയെ പൊതിഞ്ഞു പിടിച്ചു. പെൺപിള്ളേർക്കും സന്തോഷമായിരുന്നു. ഇനി 4 പേരും ചെന്ന് കുളിച്ചിട്ട് വാ, ഭക്ഷണം കഴിക്കാൻ കേട്ടോ, അനിത പറഞ്ഞു. അതോടെ 4 പേരും പെൺപിള്ളേരെ തുറച്ചു നോക്കിക്കൊണ്ട് അവിടെ നിന്നും പോയി. നിങ്ങളും ചെല്ല് മക്കളെ, കുഞ്ഞാറ്റെ മോള് വാ, അനിത വിന്ദയെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അല്ല, നമുക്ക് പോകണ്ടേ റൂമിലേക്ക്, വേദ പറഞ്ഞു. പോവാതെ പറ്റില്ല, പോണം, മീനു പറഞ്ഞു. അതെ, പോയല്ലേ പറ്റൂ, ദേവുവും പറഞ്ഞു. അതും പറഞ്ഞ് 3ഉം കൂടി ടെറസിൽ നിന്നും ഇറങ്ങി അവരുടെ റൂമിന് മുന്നിൽ എത്തിയിരുന്നു.
ദേവു അവളുടെ റൂമിൻ്റെ വാതിൽ മെല്ലെ തുറന്നുകൊണ്ട് അകത്തേക്ക് പതിയെ കയറി നോക്കി. അവിടെ റൂമിൽ ആരുമില്ലെന്ന് കണ്ടതും അവൾ ഒന്ന് നിന്നു. ശേഷം വാതിലടച്ച് കുറ്റിയിട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി. ദേവു ഒന്ന് ഞെട്ടിപ്പോയി. മുന്നിൽ കൈ പിണച്ചു കെട്ടി നിൽക്കുന്നു ധ്രുവൻ. ദേവു ഒന്നും നോക്കിയില്ല. തിരിഞ്ഞു ഓടാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചതും ധ്രുവ് അവളെ കയ്യിൽ പിടിച്ചു. ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചു. ദേവുവിനെ അവിടെയുള്ള ചുമരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് ധ്രുവ് അവളിലേക്ക് അമർന്നു നിന്നു. എവിടേക്കാടി കുട്ടിപ്പിശാശയെ ഓടുന്നേ? ഞങ്ങൾക്കിട്ട് പണി തന്നിട്ട് ഓടുന്നോ? ധ്രുവ് ചോദിച്ചു. ചുമ്മാ അല്ലല്ലോ, കള്ളു കുടിച്ചിട്ടല്ലേ. എന്തിനാ കുടിച്ചത്? അതുകൊണ്ടല്ലേ? ദേവു ധ്രുവനെ തള്ളി മാറ്റാനായി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിന്റെ മുന്നിൽ വെച്ചിട്ടല്ലേടി ഞാനൊക്കെ കുടിച്ചത്. എന്നിട്ട് പോയി അനിയമ്മയോട് പറഞ്ഞിരിക്കുന്നു. ധ്രുവ് ചോദിച്ചു. പറഞ്ഞു. ഇല്ലെങ്കിലേ നിങ്ങൾക്കിതൊരു ശീലമാകും, അതാണ്. ദേവു പറഞ്ഞു. എടി നിന്നെ ഞാൻ. ധ്രുവന് ദേഷ്യം വന്നു. ഓ പിന്നെ, എന്നെ എന്തേലും ചെയ്താൽ ഞാൻ പോയി അനിയമ്മയോട് പറഞ്ഞു കൊടുക്കും, നോക്കിക്കോ. കണ്ടില്ലേ പുളിവടി വെട്ടി വന്നത്? നല്ല തല്ല് കിട്ടും. എന്നെ എന്തേലും ചെയ്താൽ ഞാൻ പറയും. ദേവു പറഞ്ഞു. നിന്നെ എന്ത് ചെയ്താലും നീ അനിയമ്മയോട് പറഞ്ഞു കൊടുക്കുമല്ലേ? ധ്രുവ് ചോദിച്ചു. ആ അതെ, ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കും, അല്ല പിന്നെ. ദേവു പറഞ്ഞു. എന്നാ ഇനി നിന്നെ എന്തേലും ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. വാടി ഇവിടെ. ധ്രുവ് ദേവുവിനെ പൊക്കിയെടുത്ത് കട്ടിൽ കൊണ്ടുപോയി ഇട്ടു. അയ്യോ അനിയമ്മേ, ദേവു ഒച്ച വെച്ചു. നീ ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല മോളെ, ആരും കേൾക്കില്ല. ഈ വീട്ടിലെ എല്ലാ റൂമും സൗണ്ട് പ്രൂഫാണ്. ഇന്ന് നിന്നെ ഞാൻ ശരിയാക്കി തരാം, നീ പോയി പറഞ്ഞു കൊടുക്കടി. ധ്രുവ് പറഞ്ഞു. വേണ്ട. ദേവു കിടന്നിടത്തു നിന്നും എഴുന്നേറ്റിരുന്നു. അങ്ങനെ പറയല്ലേ, എൻ്റെ ഭാര്യ ഇങ്ങ് വന്നേ. കല്യാണം കഴിഞ്ഞ് എത്ര നാളായി? ധ്രുവ് പറഞ്ഞു. തനിക്ക് വട്ടായോ? ദേവു കട്ടിൽ നിന്നും നീങ്ങിയിരുന്നു കൊണ്ട് പേടിയോടെ പറഞ്ഞു. എന്തേടി, എനിക്ക് വട്ടായി. ഞാനേ ഭ്രാന്തനാണ്. ഇന്ന് നിന്നെ ഞാൻ ഉപദ്രവിച്ചു കൊല്ലും. ധ്രുവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ശിവേട്ടാ വേണ്ട. ദേവു പറഞ്ഞു. എന്താ അഞ്ചുമോളെ, പേടിച്ചോ? പേടിക്കണ്ട, സ്നേഹം കൊണ്ടാ. ധ്രുവ് അത് പറഞ്ഞ് ദേവുവിൻ്റെ കാലിൽ ഒറ്റ പിടുത്തം പിടിച്ചു. അമ്മേ! ദേവു പേടിച്ച് നിലവിളിച്ചു. ധ്രുവ് അവളുടെ കാലിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ്റെ അടുത്തെത്തിച്ചിരുന്നു. ഇനി എനിക്കിട്ട് പണിയാൻ നോക്കുമ്പോൾ എൻ്റെ ഭാര്യ ഓർക്കണം, ഇതുപോലെ തിരിച്ചു കിട്ടുമെന്ന്. ഞാനൊന്നും ചെയ്യാതെ 2 ഡയലോഗ് അടിച്ചപ്പോൾ നീ പേടിച്ചു പോയി. അപ്പോൾ ഞാൻ നിന്നെ ചെയ്യേണ്ട പോലെ വല്ലതും കാണിച്ചു കഴിഞ്ഞാൽ നീ താങ്ങില്ല. ധ്രുവ് പറഞ്ഞു. ദേവു അതിനൊന്നും മിണ്ടിയില്ല. അവൾ ശരിക്കും ഒന്ന് പേടിച്ചു പോയിരുന്നു. ദേവുവിൻ്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു. ധ്രുവ് അത് കണ്ട് അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. ഇതേ ഇത്രയേ ഉള്ളൂ നീ. അത് ആദ്യം മനസ്സിലാക്ക്. ഞാനൊന്ന് പേടിപ്പിച്ച നീ കരയും, പൊട്ടിപ്പെണ്ണ്. ഇനിയിപ്പോൾ കരയണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല, നിന്റെ സമ്മതമില്ലാതെ. ധ്രുവ് അവളുടെ കവളിൽ തട്ടി ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫ്രഷ് ആവാനായി പോയി. മീനു നടന്ന് മെല്ലെ അവളുടെ റൂമിലേക്ക് കയറി. എന്നാൽ അടുത്ത നിമിഷം വാതിൽ അടഞ്ഞിരുന്നു. മീനു ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അപ്പോൾ കൊണ്ട് വാതിൽ അടച്ച് കുറ്റിയിടുന്ന സ്റ്റാലിനെ. അവളിത്തിരി പേടിയോടെ അവനെ നോക്കി. സ്റ്റാലിൻ വാതിലടച്ച് കുറ്റിയിട്ട് തിരിഞ്ഞു നിന്നു. ആ സൈഡിൽ നിൽക്കുന്ന മീനുവിനെ നോക്കി. മീനു ആണേൽ അവനെ നോക്കി ഒന്ന് ചിരിച്ചു കാണിച്ചു. സ്റ്റാലിനും അതേ ചിരി ചിരിച്ചുവെങ്കിലും അവൾക്കത് കൊലച്ചിരിയാണെന്ന് മനസ്സിലായിരുന്നു. ഇച്ചേ, അത് പിന്നെ. മീനു എന്തോ പറയാൻ വന്നു. അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മീനു. നീ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നേ? ഒരു പുഞ്ചിരിയോടെ സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്തേക്കായി നടന്നു. എന്നിട്ട് ചോദിച്ചു. മീനു ഒരു ചെറിയ പേടിയോടെ പിന്നിലേക്ക് നടന്നു മാറിക്കൊണ്ടിരുന്നു. സ്റ്റാലിൻ മീനുവിൻ്റെ കയ്യിൽ പിടിച്ച് അവനോട് അടുപ്പിച്ചു നിർത്തിക്കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ടു. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല മീനു. ഈച്ച കുളിക്കാനായി പോവാ, സ്റ്റാലിൻ പറഞ്ഞു. ആണോ? സോറി ഈച്ചേ, മീനു പറഞ്ഞു. സാരല്ലേ കൊച്ചേ എന്ന് പറഞ്ഞ് സ്റ്റാലിൻ മീനുവിനെ പൊക്കിയെടുത്തു. മീനു ഒരു നിമിഷം ഞെട്ടിക്കൊണ്ട് സ്റ്റാലിൻ ഒന്ന് നോക്കി. സ്റ്റാലിൻ ഒന്ന് പുഞ്ചിരിച്ചു. എന്തായാലും എന്നെ കുളിപ്പിച്ചില്ലേ, കുറച്ചു നേരം നീ വെള്ളത്തിൽ നിൽക്ക് മീനു. സ്റ്റാലിൻ പറഞ്ഞു. ഇച്ചേ, ഞാൻ ഫ്രഷ് ആയതാ, ഇനി വേണ്ട, ഇറക്കി വിടിച്ചേ, മീനു വിളിച്ച് പറഞ്ഞു. അത് സാരല്ല, സ്റ്റാലിൻ പറഞ്ഞു. സ്റ്റാലിൻ ബാത്റൂമിൻ്റെ ഡോർ തുറന്നുകൊണ്ട് അവളെ കൊണ്ടുപോയി ഷവറിന് ചുവട്ടിൽ പിടിച്ചു നിർത്തി. ഒരു കൈ കൊണ്ട് മീനുവിനെ പിടിച്ചു നിർത്തി അവൻ ഷവർ ഓൺ ചെയ്തു. ഇച്ചേ, മീനു വിളിച്ചു. അവളുടെ ദേഹത്തേക്ക് വെള്ളം വന്ന് വീഴാൻ തുടങ്ങി. കുറേ നേരം മീനു മാറാൻ നോക്കിയെങ്കിലും സ്റ്റാലിൻ ആ ഷവറിൻ്റെ ചുവട്ടിൽ തന്നെ മീനുവിനെ പിടിച്ചു നിർത്തി. അവിടെ നിൽക്ക്, കുറച്ചു നേരം, സ്റ്റാലിൻ പറഞ്ഞു. അതോടെ മീനു സ്റ്റാലിനെയും പിടിച്ച് ഷവറിൻ്റെ ചുവടെ നിർത്തിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ദേ മീനു. സ്റ്റാലിൻ അവളുടെ പിടിപിടിക്കാൻ നോക്കിയെങ്കിലും മീനു വിട്ടില്ല. സ്റ്റാലിനും മുഴുവനായി നനഞ്ഞു പോയിരുന്നു. അവൻ മീനുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കുറേ നേരം നിന്നു. മീനു മുഖമുയർത്തി സ്റ്റാലിനെ നോക്കി. സ്റ്റാലിൻ അവളെ നോക്കി. സ്റ്റാലിൻ്റെ മുടിയിലൂടെ ഒഴുകിയ വെള്ളത്തുള്ളികൾ മീനുവിൻ്റെ മുഖത്തേക്ക് ഇറ്റിറ്റി വീണുകൊണ്ടിരുന്നു. മീനു കാൽ കുത്തി ഉയർന്നുകൊണ്ട് സ്റ്റാലിൻ്റെ കഴുത്തിൽ മുഖം വെച്ച് അവനെ കെട്ടിപ്പിടിച്ചു. സ്റ്റാലിൻ മീനുവിൻ്റെ ഇടുപ്പിൽ അമർത്തിപ്പിടിച്ചു. മീനുവിൻ്റെ കഴുത്തിൽ പറ്റിപ്പിടിച്ച മുടി മെല്ലെ നീക്കിയിട്ട് സ്റ്റാലിൻ അവളുടെ കഴുത്തിൽ നാവുകൊണ്ട് തഴുകി. മീനു പിടഞ്ഞുകൊണ്ട് സ്റ്റാലിനെ ഇറുക്കെ പിടിച്ചു. അവൻ്റെ ഷോൾഡറിൽ മെല്ലെ ഉമ്മ വെച്ചു. സ്റ്റാലിൻ മീനുവിൻ്റെ ഷോൾഡറിലെ ടോപ്പ് മെല്ലെ ഒന്ന് അഴിച്ചു മാറ്റിക്കൊണ്ട് അവിടെ ചുംബിച്ചു. മീനുവിൻ്റെ വസ്ത്രം അഴിഞ്ഞു വീണു. സ്റ്റാലിൻ്റെയും ഒരുപോലെ തന്നെ അഴിഞ്ഞു മാറിയിരുന്നു.
ഷവർ ഓഫ് ചെയ്തുകൊണ്ട് സ്റ്റാലിൻ മീനുവിനെ എടുത്ത് അവൻ്റെ അരയിലേക്കിരുത്തി. മീനു അവൻ്റെ അരയിൽ ഇരുന്നു കൊണ്ട് 2 കാൽ കൊണ്ട് ലോക്ക് ചെയ്തു. അവളെ ചുമരിലേക്ക് ചേർത്തിരുത്തിക്കൊണ്ട് സ്റ്റാലിൻ മീനുവിൻ്റെ ചുണ്ടിലൊന്ന് അമർത്തി കടിച്ചു. ലെറ്റ് മീ പണിഷ് യു മീനുട്ടി, സ്റ്റാലിൻ പറഞ്ഞു. ഇച്ചേ, മീനു വിളിച്ചു. സ്റ്റാലിൻ മീനുവിലേക്ക് പതിയെ ആഴ്ന്നിറങ്ങി. മീനു ഒന്ന് പിടഞ്ഞുകൊണ്ട് സ്റ്റാലിനെ കെട്ടിപ്പിടിച്ചു. സ്റ്റാലിൻ അവളിലേക്ക് വേഗതയോടെ ആഴ്ന്നാഴ്ന്ന് ഇറങ്ങിക്കൊണ്ടേയിരുന്നു. മീനു കണ്ണുകൾ ഇറുകെ അടച്ചിപ്പിടിച്ച് സ്റ്റാലിൻ്റെ ആ ഷോൾഡറിൽ മുറുകെ പിടിച്ചു. അവൻ്റെ തീവ്രപ്രണയം അവളിലേക്ക് ഒരു നോവ് കലർന്ന സുഖത്തോടെ പ്രവഹിച്ചു. വേദ റൂമിലേക്ക് കയറുമ്പോൾ ആകാശ് കുളിക്കാനായിട്ട് പോയിരുന്നു. അതുകൊണ്ട് വേദയ്ക്കൊരു ആശ്വാസം കിട്ടി. അവൾ അലക്കാൻ വേണ്ടി ഉള്ള തുണികൾ എല്ലാം എടുത്ത് വേഗത്തിൽ തന്നെ റൂമിന് പുറത്തേക്കിറങ്ങി. ദേവു റൂമിൽ നിന്നും ഇറങ്ങിയതും വേദ ഇറങ്ങുന്നതും ഒരേ സമയമായിരുന്നു. കിട്ടാനുള്ളതൊക്കെ കിട്ടിയോ? ദേവു ചോദിച്ചു. അതിന് ആകാശേട്ടൻ കുളിക്കാൻ പോയി. ഏട്ടനെ പ്രതികാരം ചെയ്യുകയൊന്നും വേണ്ട എന്ന് തോന്നുന്നു. കുറച്ച് അലക്കാനുണ്ട്, അലക്കാൻ പോവാ. അതല്ല, നീ എന്താ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നത്? നിനക്ക് കിട്ടിയോ ധ്രുവേട്ടൻ്റെ കയ്യിൽ നിന്ന്? വേദ ചോദിച്ചു. ധ്രുവേട്ടനോ? കാലമാടനാണ് അങ്ങേര്. പിടിച്ചു ഒരു ഇടി കൊടുക്കണം, ദേവു പറഞ്ഞു. അതെന്താ, നിന്നെ ഇടിച്ചോ? വേദ ചോദിച്ചു. ഏയ്, എന്നെ ഇടിച്ചില്ല, പേടിപ്പിച്ചു, ദേവു പറഞ്ഞു. പേടിപ്പിച്ചോ? എന്നിട്ട്? വേദ ചോദിച്ചു. ഞാൻ ചെറുതായിട്ടൊന്ന് കരഞ്ഞു, ദേവു പറഞ്ഞു. കൊള്ളാം മോളെ, വേദ ചിരിച്ചു. ചിരിക്കണ്ട പെണ്ണുപിള്ളേ, ദേവു പറഞ്ഞു. ഇനി മീനു, അവളുടെ അവസ്ഥ എന്താണാവോ എന്തോ. ഒരു ഇറ്റ് ജീവനെങ്കിലും ബാക്കിയുണ്ടായാൽ മതി, വേദ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അതെ അതെ, ദേവുവും അതേ സ്വരത്തിൽ പറഞ്ഞു. രാവിലത്തെ കുളി കഴിഞ്ഞ് ആൺപിള്ളേർ താഴേക്ക് കഴിക്കാൻ വന്നു. വേദ അലക്കി എല്ലാ പണികളും കഴിഞ്ഞ് അടുക്കളയിൽ കയറിപ്പോയി. സ്റ്റാലിനും മീനുവും താഴേക്ക് വന്നു. മീനുവിനെ കണ്ട ദേവു അവളുടെ അടുത്തേക്ക് ചെന്നു. നീ വീണ്ടും ഡ്രസ്സ് മാറിയോ? ദേവു ചോദിച്ചു. ഈ ഇച്ചായൻ എന്നെ കുളിപ്പിച്ചടി, മീനു പറഞ്ഞു. ആ, നന്നായി അത്, ധ്രുവ് പറഞ്ഞു. എന്തൊരു ഏട്ടനാടോ താൻ? മീനു ചോദിച്ചു. നിനക്കത് വേണമടി കുട്ടിപ്പിശാശേ, ആദി പറഞ്ഞു. ഒന്നും ചെയ്തില്ല, അപ്പോഴേക്കും ഒരാൾ അവിടെ കിടന്ന് കരഞ്ഞു തുടങ്ങി, ധ്രുവ് പറഞ്ഞു. ദേവു അതിനെ പുച്ഛിച്ചുകൊണ്ട് ടേബിളിലിരുന്ന് മീനുവിൻ്റെ അടുത്ത് ചെന്നിരുന്നു. അപ്പോഴേക്കും ഫുഡുമായി അനിതയും വേദയും വന്നു. അവർ ടേബിളിൽ ഫുഡ് വെച്ച് വിളമ്പിക്കൊടുത്തു. ഇന്ന് നമുക്ക് ഒന്ന് പുറത്തു പോയാലോ പിള്ളേരെ? ആ ബീച്ച് വരെ, അനിത ചോദിച്ചു. അതിനെന്താ, നമുക്ക് പോവാലോ, ദേവു പറഞ്ഞു. അതെ, നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ബീച്ചിൽ പോകാം, ഇപ്പോൾ നല്ല രസല്ലേ, മീനു പറഞ്ഞു. അതെന്നെ, നമുക്ക് പോകാം, വിന്ദയും പറഞ്ഞു. എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോവാലേ, ധ്രുവും പറഞ്ഞു. ആ, പോയിട്ട് വരാം, ആദിയും പറഞ്ഞു. അതെ, ബീച്ച് കാണണമെന്ന് കുറേയായി വിചാരിക്കുന്നു, സ്റ്റാലിൻ പറഞ്ഞു. പോവാം. അങ്ങനെ ഒരു 10 മണിയോടെ എല്ലാവരും ബീച്ചിലെത്തിയിരുന്നു. കടൽ കണ്ടതും പെൺപിള്ളേർ കാറിൽ നിന്നും ഇറങ്ങി തിര വരുന്നിടത്തേക്ക് ഓടി. അനിത അവിടെ ഒരു സൈഡിൽ പോയി ഇരുന്നു. കൂടെ ധ്രുവനും ആദിയും സ്റ്റാലിനും ആകാശം ഇരുന്നു. പെൺപിള്ളേരാണേൽ കടലിൽ ഒടുക്കത്തെ കളിയാണ്. അവർ ആ തിരയിൽ കിടന്നു മറിഞ്ഞു. ഇങ്ങനെയാണേൽ ഒരു കൊച്ചുകൂടെ ഉണ്ടായാൽ 2 കൊച്ചുങ്ങളെ നോക്കേണ്ടി വരുമല്ലോ, അനിത പറഞ്ഞു. അത് ശരിയാണ്, ആകാശ് പറഞ്ഞു. കൊച്ചുങ്ങളല്ലേ, അതാണ്, സ്റ്റാലിൻ പറഞ്ഞു. അതെന്നെ, ഇതൊക്കെ ഈ സമയത്തല്ലേ പറ്റൂ, അതാണ്, ഇനി ഇവിടുന്ന് മാറിയാൽ പറ്റില്ല, ആദി പറഞ്ഞു. അല്ല ആദി, നാളെ മറ്റന്നാൾ നിന്റെ കല്യാണമാണ്, വല്ല ചിന്തയുമുണ്ടോ, ധ്രുവ് ചോദിച്ചു. പറഞ്ഞത് ശരിയാണല്ലോ, മറ്റന്നാൾ എൻ്റെ കല്യാണമാണല്ലോ. അപ്പോൾ ആദിയും പറഞ്ഞു. അതല്ലേ ഞങ്ങളും ഇപ്പോൾ പറഞ്ഞത്, ആകാശ് ഒരു ചിരിയോടെ പറഞ്ഞു. ധ്രുവ, ദേവുവിൻ്റെ അച്ഛനെയും അമ്മയെയും വിളിച്ചാലോ? ദേവുവിനും ആഗ്രഹമുണ്ടാകും, സ്റ്റാലിൻ പറഞ്ഞു. അവർ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പിന്നെ ചുമ്മാ പോയി വിളിക്കണോ, ധ്രുവ് പറഞ്ഞു. ഇപ്പോഴല്ല, പിന്നെ ഒരു ദിവസം. മോൻ ദേവുവിനെയായി അവളുടെ വീട്ടിലൊന്ന് പോണം. ആ കുട്ടിക്ക് കാണാൻ ആഗ്രഹമുണ്ട്, അവളുടെ അമ്മേനെയും അച്ഛനെയും. നീ വേണം കൊണ്ടുപോകാൻ, അനിത ധ്രുവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് ഒരു ചിരിയോടെ പറഞ്ഞു. കല്യാണത്തിന് വിളിച്ചാൽ വരില്ല അമ്മേ, പിന്നെ ഒരു ദിവസം പോകാം, ധ്രുവൻ പറഞ്ഞു. അത് തന്നെയാണ് അമ്മയും പറയുന്നത്, അനിത പറഞ്ഞു. ഇതേ സമയം കടലിൽ കളിക്കുന്ന പെൺപിള്ളേരും അവിടെ ഇരിക്കുന്ന ആൺപിള്ളേരെയും നോക്കി അവിടെ ഒരു അറ്റത്തായി അവൻ നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ കണ്ണുകൾ കടലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ 4 പെൺപിള്ളേരിലായിരുന്നു. അതിനിടെ മീനു കടലിൽ കളി നിർത്തി സ്റ്റാലിൻ്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പറഞ്ഞു. ഇച്ചേ, വാ, ഒരു ഐസ്ക്രീം വാങ്ങിത്തായോ, മീനു പറഞ്ഞു. എൻ്റെ മീനു, അവരെല്ലാം വന്നിട്ട് നിനക്ക് അവരുടെ ഒപ്പം കഴിച്ചൂടെ, സ്റ്റാലിൻ ചോദിച്ചു. എനിക്കതൊന്നും പറ്റില്ല ഇച്ചേ, വന്നേ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചിട്ട് വരാം, മീനു പറഞ്ഞു. ഈ പെണ്ണിൻ്റെ കാര്യം. എടാ, ഞാനിപ്പോൾ വരാം. അമ്മേ, ഐസ്ക്രീം വേണോ, സ്റ്റാലിൻ ചോദിച്ചു. വേണ്ട മോനെ. എടാ, നിങ്ങൾക്ക് വേണോ, സ്റ്റാലിൻ ചോദിച്ചു. എനിക്ക് വാനില, ആകാശ് പറഞ്ഞു. ഒരു പിസ്ത, ആദി പറഞ്ഞു. ഒരു മാംഗോ, ധ്രുവനും പറഞ്ഞു. ഇതൊക്കെ മറന്നില്ലെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വാനില വാങ്ങി വരും, അതും കഴിച്ചോ, സ്റ്റാലിൻ പറഞ്ഞു. വാ പോവാമിച്ചേ, മീനു പറഞ്ഞു. അങ്ങനെ സ്റ്റാലിൻ മീനുവിനെയായി അവിടെ അടുത്തുള്ള ഒരു ഐസ്ക്രീം കടയിലേക്ക് നടന്നു. എന്നാൽ അതൊരു അവസരമായി എടുത്ത് മീനുവിനെ ഒന്ന് മുട്ടാൻ അവനും അവരുടെ പിന്നാലെ നടന്നു. മീനു സ്റ്റാലിൻ്റെ കൈപ്പിടിച്ചുകൊണ്ട് ഐസ്ക്രീം കടയിലേക്ക് ഓടിക്കയറിയിരുന്നു. അപ്പോഴേക്കും സ്റ്റാലിന് ഒരു കോൾ വന്നു. അതോടെ അവൻ ആ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ച്
കടയുടെ പുറത്ത് തന്നെ നിന്നു. അതൊരു അവസരമായി എടുത്തുകൊണ്ട് അവൻ മെല്ലെ മീനുവിൻ്റെ അടുത്തേക്ക് നടന്നു.